ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ട്രാവൽ ആൻഡ് തോട്ട്സ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യാത്രയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ കഴിച്ചൊരു ഭക്ഷണത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇവിടെ എഴുതിയത് കണ്ടോ, പത്തായം. വി ഡോണ്ട് യൂസ് വൈറ്റ് ഷുഗർ, ആനിമൽ മിൽക്ക്, മൈദ, പഞ്ചസാര, മൃഗത്തിൻ്റെ പാല്, മൈദ എന്നിവ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുകൂടാതെ വേറെയും ഒരുപാട് ബോർഡുകൾ അവിടെയുണ്ട്. ഇതാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ. ഇത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് പിന്നിലുള്ള പ്രസ് റോഡിൽ കാണുന്ന ഒരു ഹോട്ടലാണ്. പത്തായം എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഹോർമോൺ കുത്തിവെച്ച ചിക്കണും പ്രിസർവേറ്റീവ്സ് വെച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ കയ്യിലെത്തുന്ന മീനും പച്ചക്കറികളും ഇതൊക്കെ കഴിച്ച് മടുത്തപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി, വയറിന് ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഈ പത്തായം തേടി ഞാൻ പോയത്. ഈ കാണുന്നത് ശ്രീനിവാസൻ്റെ ഫോട്ടോ ആണ്. നിങ്ങൾക്കറിയാം, സിനിമാ നടനും സംവിധായകനെയൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവരുപയോഗിക്കുന്ന ഭക്ഷണങ്ങളുടെ ആ ഒരു ബോർഡ് അവിടെ വെച്ചിരിക്കുന്നത് ഇവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അതായത് മില്ലറ്റ്, ചോളം, അങ്ങനെയുള്ള ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ, ഇതൊക്കെയാണ് ഇവരുപയോഗിക്കുന്നത്. ചുവന്ന നിറമുള്ള അരി, പിന്നെ മൃഗത്തിൻ്റെ പാല് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടുണ്ടാക്കിയ തൈരല്ല, വേറെ തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കിയ മോര്, ഇതൊക്കെയാണ് അവരിവിടെ നമുക്ക് ഭക്ഷണമായിട്ട് നൽകുന്നത്. ഈ പ്രകൃതി ഭക്ഷണശാലയിൽ 2 തരത്തിലുള്ള ഭക്ഷണമുണ്ട്. ഫ്രൂട്ട് ബൗൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബൗളിൽ നിറയെ ഫ്രൂട്ട്സ് മാത്രം ഉള്ളൊരു ഭക്ഷണവും, അല്ലാതെ 200 രൂപയുടെ ഈ മീൽസും. ഞാൻ വാങ്ങിച്ചത് 200 രൂപയുടെ മീൽസാണ്. അതിൽ ആദ്യം രണ്ട് ഘട്ടമായിട്ടാണ് അവർ നമുക്ക് കൊണ്ടുതരുന്നത്. ആദ്യം കൊണ്ടുതന്നതിൽ ഈ കാണുന്നത് കുറച്ച് ഏത്തപ്പഴത്തിൻ്റെ കഷ്ണങ്ങളും പേരക്കയുടെ കഷ്ണങ്ങളും തണ്ണിമത്തനും പിന്നെ ഒരു കക്കിരിക്കയും അതിൻ്റെ പീസും, മുതിര പുഴുങ്ങിയതും, ഇത്തിരി ക്യാരറ്റും ക്യാബേജും കൂടിയുള്ള വെജിറ്റബിളും, പിന്നെ ഗ്ലാസ്സിൽ നേരത്തെ കണ്ടത് പഴം അരച്ചത്, ഒരു പായസ രൂപത്തിലുള്ള ഒരു ദ്രാവകം. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതായിരുന്നു ആദ്യം വിളമ്പിയത്. അത് കഴിഞ്ഞ് നമുക്കൊരു ബൗളിൽ ഒരു സ്പൂണും ഇട്ടിട്ട് കൊണ്ടു തന്നു. അത് സൂപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വെജിറ്റബിൾസ് അതിൻ്റെ അകത്ത് കണ്ടു. മുത്താറി ആണ് എന്നെനിക്ക് തോന്നി. മുത്താറിയും വെജിറ്റബിൾസും കൂടി അടങ്ങിയ ഒരു സൂപ്പ്. ഉപ്പ് രസമായിരുന്നു അതിനുണ്ടായിരുന്നത്. അത്രയും കഴിക്കുമ്പം തന്നെ ഏകദേശം വയറ് നിറഞ്ഞു. 2ാം ഘട്ടമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് തന്നതാണ് ഈ കാണുന്ന ഭക്ഷണം. ഈ ട്രെയിൽ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് 2 ബൗളിൽ റൈസാണ്. അതിലൊന്ന് മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ റൈസാണ്, വെളുത്ത തരി പോലെയുള്ള മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ റൈസും, പിന്നെ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കടും ചുവപ്പ് നിറമുള്ള അരിയാണ്. അതായത് തവിട് കളയാത്ത വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ അരി. അതായത് അവർ പറഞ്ഞത് വെള്ളം ഊറ്റിക്കളയാതെ വേവിച്ചെടുത്ത അരിയാണ്. അതിന് ഇത്തിരി ഉപ്പ് കൂടി അവരിട്ടിട്ടുണ്ടായിരുന്നു. ചോറ് വെറുതെ കഴിക്കുമ്പോൾ ഉപ്പ് രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു റൊട്ടി, അതായത് ചപ്പാത്തി പോലെയുള്ള ഒരു റൊട്ടിയായിരുന്നു. അതിന് പറ്റിയൊരു കറി വേറെ തന്നെ സൈഡിൽ അവിടെ കാണുന്നുണ്ട്. റൊട്ടിക്ക് പറ്റിയൊരു കറി, ക്യാരറ്റൊക്കെ മുറിച്ചിട്ടിട്ടുള്ളൊരു കറിയാണ്. ഇത് 2ാം ഘട്ടമായിട്ട് തന്നതാണ്. ഇത് രണ്ടും കൂടി ഒരു സെറ്റ് മീലാണ്, നേരത്തെ കണ്ടതും ഇപ്പോൾ കാണുന്നതും കൂടി. ഇതിൻ്റെ വില 200 രൂപയാണ്. അതിൽ ആദ്യത്തെ സെറ്റ് കഴിച്ചപ്പോൾ തന്നെ ശരിക്കും അങ്ങ് വയറ് നിറഞ്ഞു. പിന്നെ ഇത് കഷ്ടപ്പെട്ടിട്ടാണ് കഴിച്ചത്. പിന്നെ ആ കാണുന്നത് ഇത്തിരി എന്തോ ചമ്മന്തിയും ബീട്രൂട്ട് തോരനും, പിന്നെ അത് വെള്ള ഒരു പച്ചടി പോലെ ഉള്ളൊരു കറിയും, പിന്നെ അവിയൽ. ആ കാണുന്നത് അവിയലാണ്. അത് നേരത്തെ കഴിച്ചു വെച്ച സൂപ്പാണ്. പിന്നെ രസം ഉണ്ട്, മോരാണ് ആ കാണുന്നത്. പക്ഷെ അത് മൃഗത്തിൻ്റെ പാല് കൊണ്ട് ഉണ്ടാക്കിയതല്ല എന്നാണ് എനിക്കൊന്ന്. തേങ്ങാപ്പാലായിരിക്കണം, പുളി തീരെ കുറവായിരുന്നു മോര്. പിന്നെ ഒരു ഗ്ലാസ്സിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ശർക്കര പായസവും. ഇതായിരുന്നു ഭക്ഷണം. 200 രൂപയ്ക്ക് ധാരാളമാണ്. 200 രൂപയുടെ ഒരു സെറ്റ് വാങ്ങിച്ചാൽ എനിക്ക് 2 പേർക്ക് കഴിക്കാം. അത്രയും ധാരാളമായിരുന്നു ഭക്ഷണം. പക്ഷേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ണൂരിൽ നിന്ന് കഴിച്ച 100 രൂപയുടെ അമൃതം ഭക്ഷണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ചാനലിൽ. അത് കണ്ടവർക്കറിയാം. ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്.
എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഇത് മോശമായ ഭക്ഷണമാണ് എന്നല്ല, ഒരിക്കലുമല്ല. ഇതും പ്രകൃതിദത്തമായ ഭക്ഷണം തന്നെയാണ്. പക്ഷേ ഇതിന് 200 രൂപയായിരുന്നു. ഭക്ഷണം കുറച്ച് കൂടുതലായിട്ട് ഉള്ളതുപോലെ തോന്നി. പിന്നെ കണ്ണൂരിൽ നിന്ന് കഴിച്ച അമൃതം ഭക്ഷണശാലയിൽ നിന്ന് കഴിച്ചത് വെറും 100 രൂപയുടെ ഭക്ഷണമായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടി കൂടുതൽ പ്രകൃതിയുമായി ഇണങ്ങുന്ന തരത്തിലുള്ള ഭക്ഷണമായിട്ടാണ് ഞാൻ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ നിങ്ങൾ, ഇത് ധാരാളം ഭക്ഷണമായിപ്പോയി. ഭക്ഷണം മിതമായിട്ട് കഴിക്കുന്നതാണ് പ്രകൃതി ഭക്ഷണത്തിനോട് വരുന്ന ഒരു കോമ്പിനേഷനാണത് അല്ലേ, മിതമായി കഴിക്കുക എന്നുള്ളത്. ഇത് പക്ഷേ ഒരുപാട് അങ്ങ് വയറ് നിറഞ്ഞു. കാരണം നേരത്തെ സെറ്റിലും കൂടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി പോയി കഴിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത്, ഈ 200 രൂപയുടെ സെറ്റിന് പകരം 100 രൂപയുടെ ഫ്രൂട്ട് ബൗൾ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ടത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. കഴിയുന്നതും പ്രകൃതിയുമായി ഇണങ്ങിയ ഭക്ഷണം മിതമായി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. ഇപ്പോൾ എല്ലാവരും ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവേ എല്ലാവരും അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് വന്ന ശേഷം എന്നെനിക്കറിയാം. വല്ലപ്പോഴും ഒക്കെ നമുക്ക് വായ്ക്ക് രുചിക്ക് മീനും ഇറച്ചിയും അല്ലെങ്കിൽ മരുന്നടിച്ച പച്ചക്കറിയൊക്കെ കഴിക്കാം. കഴിയുന്നതും വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് മരുന്നടിക്കാത്ത പച്ചക്കറികളൊക്കെ വെച്ച് പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അല്ലേ. ഇത് എനിക്കും കൂടി ഒരു പാഠം തന്നെയാണ് കേട്ടോ. വെറുതെ ചുമ്മാ നിങ്ങളോട് മാത്രം ഉപദേശിക്കുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ, സീ യു.